ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അൺനെയിം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വന്നിരിക്കുന്നത് 3 ഭയങ്കര ഭയാനകരമായിട്ടുള്ള സ്ലീപ്പ് പാരാലിസിസ് എക്സ്പീരിയൻസിനെ പറ്റി ഷെയർ ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ ഇപ്പം സ്ലീപ്പ് പാരാലിസിസ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി അത് ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ പോലത്തെ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. സ്ലീപ്പ് പാരാലിസിസ് എന്ന് വെച്ചാൽ നമ്മൾ ചില സമയം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുമ്പോൾ നമ്മുടെ കണ്ണൊക്കെ അനക്കാൻ പറ്റും, പക്ഷേ കയ്യോ കാലോ നമുക്ക് ഒട്ടും ശ്രമിച്ചിട്ടും അനക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മൾ ഭൂരിഭാഗം ആൾക്കാർ ചില സമയം ഒരു ഹാലൂസിനേഷൻ അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ചില കാഴ്ചകൾ അല്ലെങ്കിൽ സ്വപ്നം പോലെ നമ്മൾ നേരിട്ട് കാണും. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോകും. അപ്പം ഒരു ടെറിഫയിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പം സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന കാര്യം ഇപ്പം കുറേ ആൾക്കാർക്ക് അറിഞ്ഞുകൂടെങ്കിലും തന്നെ അവർ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് കാണും. അപ്പം അങ്ങനെയുള്ള അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ലീപ്പ് പാരാലിസിസ് എന്താണെന്ന് ഈ ഒരു ചെറിയൊരു ഷോർട്ട് ഫോം ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ ഒന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എൻ്റെ ഒരു സ്ലീപ്പ് പാരാലിസിസ് അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം രാത്രി ഏകദേശം ഒരു 3 മണി ആ ഒരു ടൈമായിരിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ എണീറ്റ് ക്ലോക്കിൽ നോക്കുമ്പോൾ ഈ അനുഭവം ഉണ്ടായി കഴിഞ്ഞ് ക്ലോക്കിൽ നോക്കുമ്പോൾ ഏകദേശം ആ ഒരു ടൈമായിരുന്നു പുലർച്ചെ. അപ്പോൾ ഞാൻ ഉണരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ആ സ്വപ്നത്തിനെ പറ്റി ഓർമ്മയില്ല. കാരണം നമുക്ക് മിക്ക സ്വപ്നങ്ങൾ നമ്മൾ ഓർത്തിരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഉണർന്നപ്പോൾ എനിക്ക് ശരീരം ആകെ ഒരു വെയിറ്റ് പോലെ തോന്നി, നല്ലൊരു ഭാരം ശരീരത്തിന് തോന്നി. പിന്നെ എൻ്റെ കൈയും കാലും എല്ലാം ഫ്രീസായ പോലെ തോന്നി. അങ്ങനെ ആകെ ഒരു വെപ്രാളപ്പെട്ട ഒരു അവസ്ഥയിലാണ് എണീക്കുന്നത് തന്നെ, ഉണരുന്നത് തന്നെ. ആകെ എൻ്റെ കണ്ണ് മാത്രം തുറന്നിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്തോ ഓർത്ത് ഞെട്ടിയാണ് എണീക്കുന്നത്. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ റൂമിൻ്റെ ഒരു മൂലയിൽ ഒരു ഇരുട്ട് രൂപം, അതായത് പ്രത്യേകിച്ച് ഒരു ഷെയ്പ്പെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു ഇരുട്ട് നിറഞ്ഞ ഒരു രൂപം അതിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അത് എന്തോ ഒരു ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട്, പക്ഷേ അത് മനുഷ്യൻ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് അല്ല. ഇതൊക്കെ കണ്ടപ്പോൾ ആകെ എനിക്ക് ഒരു ഭയങ്കര, നമുക്ക് ആ അവസ്ഥ, ഈ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്ന അനുഭവം ഉണ്ടായിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ആ ഒരു അവസ്ഥയിൽ നമുക്കൊന്നും അതായത് ചെറിയൊരു കാര്യം പോലും നമ്മളെ അത്രയ്ക്ക് പേടിപ്പെടുത്തും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കണ്ടപ്പോൾ ആകെ വെപ്രാളപ്പെട്ടു പോയി. പിന്നെ ആ ഒരു രൂപം എൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. അതായത് പയ്യെ മൂവ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതും കൂടെ ആയപ്പോൾ ഒരു ടെൻഷൻ്റെയും ആകെ ഒരു വെപ്രാളത്തിൻ്റെയും അങ്ങേയറ്റം ആ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ മൈൻഡ് എത്തി. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് കണ്ണ് മാത്രം അനങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എൻ്റെ തൊട്ടടുത്തേക്ക് ആ ഒരു രൂപം എത്തിയപ്പോഴത്തേക്കും പെട്ടെന്ന് ഞാൻ നിലവിളിച്ചുകൊണ്ട് ഉണർന്നു. അപ്പോഴത്തേക്കും ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് എനിക്ക് കൈയും കാലും അനക്കാൻ പറ്റി. അതാണ് എൻ്റെ സ്ലീപ്പ് പാരാലിസിസ് അനുഭവം എന്ന് പറയുമ്പോൾ. ഇത് ആക്ച്വലി സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുന്നത് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. ഇത് ഒരു പാതി ഉറക്ക സമയത്താണ് നമുക്കിത് ആക്ച്വലി അനുഭവപ്പെടുന്നത്. ഞാൻ ഇതിനെപ്പറ്റി നോക്കിയാൽ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു സൈക്കിളുണ്ട്. അതായത് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഒരു സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബോഡി പെട്ടെന്ന് അവേക്ക് ആകുമ്പം നമ്മുടെ ബോഡി അവേക്ക് ആവത്തില്ല, പകരം നമ്മുടെ മൈൻഡ് ഒരു കോൺഷ്യസ് ആയിരിക്കും. അപ്പം നമ്മുടെ ഈ റാപ്പിഡ് റം സ്റ്റേറ്റിലാണ് നമ്മുടെ ഈ സ്വപ്നങ്ങളൊക്കെ നടക്കുന്നത്. അതായത് എനിക്ക് ഇതിനെ ക്ലിയർലി അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ അന്ന് വായിച്ചൊരു ഓർമ്മ കണ്ടേ. അതായത് ഈ റം സ്റ്റേറ്റിൽ നമ്മൾക്ക് ഓരോ സ്വപ്നങ്ങളൊക്കെ കാണും. അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ ബോഡി മാത്രം വേക്കാവത്തില്ല, പക്ഷെ നമ്മുടെ മനസ്സിന് ആ ഒരു കോൺഷ്യസ്നസ്, ആ ഒരു ബോധം നമുക്ക് അവിടെ കാണും. അപ്പോഴാണ് അതായത് നമ്മുടെ റിയാലിറ്റിയുടെയും നമ്മുടെ മൈൻഡിൻ്റെ കളിയുടെ ഒരു ഓവർലാപ്പ് ആണ് ഈ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത് തന്നെ. നീ ഈ ഒരു സ്ലീപ്പ് പാരാലിസിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പോഴും എനിക്കും ഇതണക്ക് പണ്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് ഇത്രയും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ല. അതൊരു തികച്ചും നാച്ചുറൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്. അതായത് അവിടെ അമാനുഷികമായിട്ടുള്ള ഒരു കാര്യം അവിടെ വന്നിട്ടില്ല. ഞാൻ പറയുമ്പോൾ ഒരു കോമഡി ആയിട്ട് വന്നു. അതായത് ഒരു കോഴി പോലത്തെ ഒരു ജീവി, കോഴിയാണോ എന്തോന്ന് എനിക്ക് ക്ലിയർലി ഓർമ്മയില്ല, പക്ഷേ ഏതാണ്ട് നമ്മുടെ കറുത്ത പുള്ളിയൊക്കെ ഉള്ളൊരു ടൈപ്പ് കോഴി, അതുപോലെയൊക്കെ ഇരുന്നൊരു ജീവി. അപ്പോൾ ജീവിയല്ല, ഒരു പക്ഷി. അപ്പോൾ ഈ പക്ഷിയാണെങ്കിൽ, അതാണ് ഞാൻ ഈ സ്വപ്നത്തിൽ കണ്ടത്.
ഇപ്പം ഒരിക്കലും ഒരു കോഴിയെ കണ്ടെന്ന് നമ്മളാരും പേടിക്കാറൊന്നുമില്ല. പക്ഷേ ഈ ഒരു സ്വപ്നത്തിൽ എനിക്കുണ്ടായ പേടി എന്ന് പറയുന്നത്, നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം നമ്മളെ ഹേർട്ട് ചെയ്യിപ്പം നമ്മളെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മുടെ ബോഡിക്ക് എന്ത് വേണമെങ്കിലും പറ്റാം. ഇപ്പോൾ ഒരു ചെറിയൊരു വണ്ടാണെങ്കിൽ നമ്മളെ കൊത്തുവാണെങ്കിൽ നമുക്ക് കൈവച്ചടിക്കാൻ പറ്റുമല്ലോ എന്നൊരു ഉറപ്പുണ്ട് നമുക്ക്. പക്ഷേ ആ ഒരു ഉറപ്പ് പോകുമ്പം നമുക്കുണ്ടാകുന്നൊരു പേടി, അതാണ് എനിക്കുണ്ടായൊരു പേടി. അപ്പോൾ ഇത് നടക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, രാത്രി ഞാൻ കണക്ക് നോക്കിയപ്പോൾ കണ്ണിങ്ങനെ തുറന്ന് നോക്കിയാൽ, ഞെട്ടിയൊന്നുമില്ല, ജസ്റ്റ് ഞാൻ കണ്ണിങ്ങനെ തുറന്ന് നോക്കിയപ്പം റൂമിലൊരു പ്രത്യേക തരം ഒരു വെളിച്ചം. ആ ഒരു വെളിച്ചം എന്ന് വെച്ചാൽ ലൈറ്റും ഇല്ല, ജനലാണെങ്കിൽ ഫുൾ ഇരുട്ടാണ്. പക്ഷേ ഈ ഒരു റൂമിലുള്ള വെളിച്ചം ജനലിൽ കൂടെ വരുന്നില്ല, അതായത് റൂമിൽ തന്നെ ഉള്ളൊരു വെളിച്ചം, അതായത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റൂമിലുള്ള എല്ലാം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ അപ്പം വിചാരിച്ചെന്ന് വെച്ചാൽ, എനിക്ക് എന്തോ ഒരു ടൈപ്പ് ഒരു പവർ എന്തോ ആ രാത്രി എനിക്കെന്തോ ഫീൽ ചെയ്യുന്നു. അതായത് ഇരുട്ട് മുറിയിൽ എനിക്ക് നല്ല ക്ലിയർ ആയിട്ടൊക്കെ കാണാൻ പറ്റുന്നു, അങ്ങനത്തെ രീതി. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കിടക്കുന്ന കട്ടിൽ എൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് എൻ്റെ റൂമിൽ ആ ജനലുള്ളത്. അപ്പം ഈ ജനലിൻ്റെ മണ്ടയിൽ കൂടെ ഈ കോഴി പോലത്തെ ഈ പക്ഷി ഇങ്ങനെ ചിറകടിച്ച് ഇങ്ങനെ താഴോട്ട് പറന്നു വന്നു. അപ്പോൾ ഈ സാധനം പറന്നു വന്നപ്പം എനിക്ക് ആദ്യം ഇതിനെ കണ്ടപ്പോൾ പേടിച്ചൊന്നുമില്ല. അതായത് എൻ്റെ റൂമിൽ എങ്ങനെ ഈ കോഴി പോലത്തെ ഇതെങ്ങനെ വന്നു, അതായിരുന്നു എനിക്ക് ഒരു ക്യൂരിയോസിറ്റി, ഇതെങ്ങനെയാണ് ഈ റൂമിൽ എങ്ങനെ ഇത് വന്നതെന്ന്. കുറച്ച് നോക്കിയപ്പോൾ ഈ പക്ഷിയാണെങ്കിൽ എൻ്റെ കാലി വന്ന് കൊത്തി. അപ്പം കൊത്തിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ വേദന എടുത്ത്. ഈ വേദന എടുത്തിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു സ്വപ്നമല്ല, പകരം എന്തോ റിയലായിട്ട് സംഭവിക്കുകയാണ്. പക്ഷേ ഞാൻ കൈ വെക്കാൻ നോക്കിയപ്പോൾ എനിക്ക് കൈയൊന്നും പറ്റുന്നില്ല. അതായത് ഞാൻ സൗണ്ട് ഉണ്ടാക്കാൻ നോക്കിയപ്പം സൗണ്ടാണെങ്കിൽ തൊണ്ടയിൽ ഇങ്ങനെ എത്തി നിൽക്കുക, പക്ഷേ പുറത്തോട്ടങ്ങ് വരുന്നില്ല. അതായത് തൊണ്ടയുടെ അവിടുത്തെ എന്തോ സ്റ്റോപ്പാകുന്ന പോലെ. പിന്നെ ശ്വാസമാണെങ്കിൽ എടുക്കാൻ ഭയങ്കര ഒരു പാട്. അതായത് എനിക്ക് ശ്വാസമാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നു, അതായത് ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ വലിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഒരു ശ്വാസം അങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങനെ ഇതാണെങ്കിൽ പതുക്കെ കാലിൻ്റെ അവിടെ നിന്ന് പറന്ന് എൻ്റെ കണ്ണിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ ആകെ അങ്ങ് പേടിച്ച്. ഇതിനെ തടയാനും പറ്റുന്നത്, എൻ്റെ കണ്ണിൽ എന്തായാലും ഇത് കൊത്തുന്നുള്ളൊരു പേടി കാരണം ഞാൻ അതായത് എന്നാൽ കഴിയുന്ന മാക്സിമം സ്ട്രെങ്ത് ഞാൻ എടുത്ത് അങ്ങ് അലറി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീച്ചപ്പോൾ റൂം ഒരു ഡാർക്കായി. അതായത് ഇത്ര നേരം വെളിച്ചുണ്ടായിരുന്ന ഒരു ഡാർക്കായി. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഞാൻ എണീറ്റ്. അപ്പോൾ എൻ്റെ ബോഡി പഴയതൊന്നും എനിക്ക് അനക്കാൻ പറ്റുന്നു. അതായത് അതോടെ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. അതായത് ഞാൻ റിയലി അതിനെ കണ്ടായിരുന്നു അവിടെ ആ സമയത്ത്. അപ്പോൾ എനിക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാനൊരു +2 പഠിക്കുന്ന കാലഘട്ടത്താണ് തോന്നുന്നത്. അന്ന് രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ കിടന്നുറങ്ങി. ഒരു പുലർച്ചയൊക്കെ ആകുന്ന ടൈമായിരിക്കും, എനിക്ക് ആ കറക്റ്റ് ടൈം അറിയില്ല. അങ്ങനെ കട്ടിലിനടിയിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അതപ്പോൾ ഞാൻ അത് കേട്ടിട്ടാണ് ഞാൻ കണ്ണ് തുറന്ന് പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കൈയും കാലും ഒന്നും ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ ശക്തി കൊണ്ട് ഞാൻ ശ്രമിച്ചു നോക്കി, പക്ഷേ എന്താണെന്ന് വെച്ചാൽ അനക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ നേരം എൻ്റെ നെഞ്ചത്ത് എന്തോ ഒരു ഭാരം ഇങ്ങനെ ഉള്ള പോലെ എനിക്ക് അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ കൈയും കാലും ഒന്നും അനക്കാൻ പറ്റാത്തതെന്ന് തോന്നുന്നു. നെഞ്ചത്ത് ഭയങ്കര ഒരു ഭാരമായിട്ട് ഇങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ കട്ടിലിൻ്റെ അടിയിൽ എന്തോ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അന്ന് നമുക്കത് എന്താണെന്ന് അറിയാനൊരു ഇതുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്താക്കി, തലയെങ്കിലും വെട്ടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ തല തിരയാണ് കാണുന്നില്ല. തലേൻ്റെ മുകളിൽ ഭയങ്കര കുളിരും ഇതൊക്കെ, നേരത്തെ പറഞ്ഞ ഒരു തണുപ്പുണ്ടായിരുന്നു, ദേഹം മൊത്തം ഒരു തണുപ്പും ഒരു വിറയലും ഉണ്ടായിരുന്നു. തലയൊന്നും അനക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ആകെയുള്ളൊരിത്, ഈ പേടിയിൽ എനിക്ക് ആകെ ഇത് വീട്ടിലുള്ള ആരെങ്കിലും വിളിച്ചറിയിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു വഴിയേ ഉള്ളൂ. പിന്നെ ഞാൻ അന്നിപ്പോൾ എന്താക്കി, നല്ല അലറാൻ തുടങ്ങിയാലും ശബ്ദം മാത്രം പുറത്ത് വരുന്നത്, ഒരു കാറ്റ് മാത്രം ഇങ്ങനെ പുറത്ത് വരുന്നത്. അങ്ങനെ ഇങ്ങനെ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് എന്താക്കി, കണ്ണടച്ചിട്ട് എൻ്റെ ഉള്ള ശക്തി ഒക്കെ വെച്ചിട്ട് ഞാൻ എന്താക്കി, പെട്ടെന്ന് ഇങ്ങോട്ട് എണീക്കാൻ നോക്കിയപ്പം അങ്ങ് റെഡിയായി. പിന്നെ ഞാൻ ആദ്യം എണീറ്റപ്പോൾ എനിക്ക് ആ പേടി അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്നിപ്പോൾ എന്താക്കി, കട്ടിലിൻ്റെ അടിയിലൊക്കെ നോക്കിയപ്പം അവിടെ ഒന്നും വേറെ അങ്ങനെ ദുരൂഹമായിട്ടൊരു കാര്യം കാണാനില്ല. പിന്നെ അങ്ങനെയാണ്. പിന്നെ അന്ന് എനിക്ക് ഇതൊരു സ്ലീപ്പിംഗ് പാരാലിസിസ് ആണ് എനിക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ മൊബൈലൊക്കെ നോക്കിയപ്പോൾ ആണ് മനസ്സിലായത് ഇത് സ്ലീപ്പിംഗ് പാരാലിസിസ് ആണ്, ഇങ്ങനെ ആൾക്കാർക്ക് വരുന്ന ഒരു സംഭവമാണെന്ന്. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്.